കുഞ്ഞിരിക്കണ ഇരിപ്പ് കണ്ടോ? രാവിലെ എണീച്ച് ഒരു ഗ്ലാസ് കടുകാപ്പി താമെന്നും പറഞ്ഞ് മേടിച്ച് കുടിച്ച് തൂമ്പായി എടുത്തോണ്ട് പറമ്പി പണിക്ക് പോയവനാ. തിരിച്ചു വന്ന് ഈ ഇരിപ്പ. ഒറ്റ വാക്കും മിണ്ടുന്നുമില്ല, ഒന്ന് ചിരിക്കുന്നുമില്ല, ഒരു കഴിക്കുന്നുമില്ല. എടാ അമ്മനൊന്ന് വിളിക്കെങ്കിലും ചെയ്യും മക്കളെ. എടാ നീ ഒന്ന് ചിരിക്കടാ. നീ വല്ലതും കണ്ട് പേടിച്ചോ? എടാ നീ വല്ലതും കണ്ട് പേടിച്ചോ മക്കളെ? ഇല്ല ദൈവമേ, ഇതെന്തോ പറ്റിയതെന്ന് നിങ്ങളോട് ചിരിക്കാനാണോ ഞാൻ പറഞ്ഞത്? അവനെ ഒന്ന് ചിരിപ്പിക്കണ്ട മനുഷ്യ. ഈ 1001 ഫലിതങ്ങളില് 1000 ഫലിതവും ഞാൻ അവനെ വായിച്ച് കേൾപ്പിച്ച് അവൻ ചിരിച്ചില്ല. ഇനി ലാസ്റ്റ് ഒരു ഫലിതം കൂടി ഉണ്ട്, ഞാൻ അതുകൂടി ഒന്ന് അവനെ വായിച്ച് കേൾപ്പിക്കാം. അവൻ ചിരിച്ചു. നിന്നെ പോലെ തന്നെ എനിക്കും വിഷമയില്ലേ മോനേടാ. ഈ ഫലിതമെങ്കിലും കേട്ട് നീ ചിരിക്കണം കേട്ടോടാ. 1001ാമത്തെ ഫലിതമാണ് കേട്ടോ. ഒരു തിരിമേനി ഹോട്ടലിൽ ഊണ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പൊ സപ്ലയർ വന്നിട്ട് ചോദിച്ചു, നല്ല ചൂടുണ്ടല്ലോ, ഫാൻ ഇടട്ടേന്ന്. അപ്പൊ തിരുമേനി പറയാണ്, വേണമെങ്കിൽ ആ ഇലയുടെ മൂലയില ഞാൻ ഇട്ടേക്കാൻ. ഞാൻ എന്റെ വീട്ടിൽ പോണു. എന്റെ അച്ഛനോട് പറഞ്ഞിട്ടേ ഏതെങ്കിലും ഡോക്ടറിനോ ജോത്സ്യനോ വിളിച്ചോണ്ടോ ഒന്ന് കാണിക്കണം. എന്റെ ചേട്ടൻ ഇത്ര നേരം മിണ്ടാതെ മിനിങ്ങാതെ ഇരുന്നിട്ട് അച്ഛൻ വല്ല മിണ്ടിയോ? ഞാൻ 1001 ഫലിതങ്ങൾ അവനെ മിണ്ടി കേൾപ്പിച്ചു. അവൻ മിണ്ടാത്ത ഏറ്റവും കുറ്റമാണോ? അവന്റെ കുറ്റമല്ലേ? എനിക്ക് വയ്യ. എന്തോന്ന് പറയ്. സമയം ചേട്ടൻ. അയ്യോ കക്കൂസ് പോണോ? പറയാൻ എന്തോ അച്ഛാ. ചീത്ത വിളിക്കാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? നീ വന്നൊരു കാര്യം പറയാം. നീ വന്നേ. അതെ, ഈ ആണുങ്ങളെ പാട്ടിലാക്കുന്നതിന്റെ ആയുധം നമുക്ക് അറിയാവോ? നാക്കല്ലേ? എന്തടി? മനസ്സിന്റെ താക്കോല് ആണുങ്ങളുടെ താക്കോലോ? വശീകരണം. അതെ, നീ ഒന്ന് വശീകരിച്ച് നോക്ക്. ചിലപ്പോ ശരിയായാലോ, ചിലപ്പോ മിണ്ടുവോ ചിരിക്കോ വല്ലതും ചെയ്താലോ. പണ്ട് ഞാൻ ഇങ്ങേരെ ഒന്ന് വശീകരിച്ചതാ. നല്ലൊരു ഗാനം പാടി. അത് വശീകരണ ഗാനമായിരുന്നു. ഞാൻ വിചാരിച്ച യക്ഷഗാനമാണെന്നായിരുന്നു. നീ കൊച്ചിനോട് വശീകരിക്കാനാണോ പറഞ്ഞത്? മോനെ എങ്ങനെയെങ്കിലും വശീകരിച്ച് അവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കാം. റെഡിയാകും മോനെ ചെല്ലു. എന്ത് ചെയ്യുമെന്ന് പറ. ഇവനിങ്ങനെ മിണ്ടാതായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുത്താൽ മതിയായിരുന്നു. അയ്യോ എനിക്ക് അവനെ കാണണ്ട. നീ വന്നേ. നീ പറഞ്ഞൂടാ. ഇന്നലെ രാത്രി ഒരു കുപ്പി എടുത്തു വെച്ച് പ്ലിക്കോ എന്ന് ഞാനും അവനും കൂടെ അടിച്ചോണ്ടിരുന്നതാണ്. ഇനി പ്ലിക്കോ അല്ല, പ്ലിക്ക് മാത്രമല്ല. ഞാൻ എന്തിനടിയാ അവൻ ഇല്ലാതെ ജീവിക്കുന്നത്? ഞാൻ പറയുന്നത് നീ കേട്ടോ? എനിക്ക് അവന്റെ ബോഡി എനിക്ക് കാണുന്നു. എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടാണോ? ഞാനത് ഉള്ളിൽ ഒതുക്കോ? അറിയോ? പറഞ്ഞാ മനസ്സിലാവുമല്ലോ. അച്ഛാ എപ്പോഴായിരുന്നു? രാവിലെ 7:30-ക്കായിരുന്നടാ. ഇവനാണ് ചത്തെന്ന് പറഞ്ഞ. ഞാൻ രാവിലെ ഞാനല്ല പറഞ്ഞത്. ഞാൻ കവല വന്നപ്പോ ആരാണ്ട് പറഞ്ഞു മുരളി ഉറക്കത്തിൽ പോയെന്ന്. മുരളി ഉറക്കത്തിൽ പോയെന്നല്ല പറഞ്ഞത്. പിന്നെ മുരളി മിണ്ടാതെ വീട് ഉറങ്ങിപ്പോയെന്നാ കവലാരായിട്ട് പറഞ്ഞത്. കൈ കരുതിയിരിക്കുന്നത് റീത്ത് അവന് കൊണ്ടുവന്നിരിക്കുന്നു. എന്നൊരു വേസ്റ്റ് ആക്കണ്ട. എടി നിന്റെ അപ്പൂപ്പന് കൊടുക്കാം. അയാൾ വേല കിടക്കല്ലേ, റീത്ത് മേടിക്കണ്ടല്ലോ, കൊണ്ടുപോയി. സത്യദേവൻ എന്താണ് വിഷയം? എന്റെ മോനെ എന്റെ കാര്യം ഒന്നും അറിയത്തില്ല. രാവിലെ തൂമ്പ എടുത്തോണ്ട് പറമ്പിലോട്ട് പോയതാ വാഴ വെക്കാനെന്ന് പറഞ്ഞു. തിരിച്ചിങ്ങോട്ട് വന്ന് തൂമ്പ വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ മൗനവ്രതം പോലെ ഇങ്ങനെ മിണ്ടാൻ ഒരു വാക്കവും സംസാരിക്കുന്നില്ല. ആണോ? സത്യം പറ, പെണ്ണുമ്പിള്ള ഫോണ് പൊക്കിയ സത്യം പിരിവെട്ടിയാടാ. വാ പറഞ്ഞൊന്ന് പറയടാ. എന്നാ നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? നിനക്ക് പിന്നെ ഇപ്പൊ സംസാരിക്കാത്ത പറ. എന്തൊരു തേങ്ങയുടെ നീ പറയണ? ചത്തന്ന എന്താണ് നീ പറയണ? സ്വല്പം അടിക്കും, അല്ല വേറെ മിണ്ടാൻ വയ്യേ? ഒരു മിനിറ്റ് അച്ഛാ. എന്നാടാ
സംഭവം ഇതെന്തിനാ കൂടായ്പാണ് വേറെ അടിക്കാൻ വല്ല പൈസ ഉണ്ടോ നിന്റെ കയ്യില്? എന്റെ എടുത്തിരുന്നു കൂടെ എന്നാ 2000 രൂപ ഇപ്പൊ ഒപ്പിച്ചുതരാം. ഞാൻ നിന്റെ കൂടെ പച്ചക്ക് നിൽക്കും. ബാ, 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 ബാ. സംഭവം പറയണ്ടെന്ന് വെച്ചാ ഇന്നലെ 2 എണ്ണം അടിച്ചോണ്ടിരുന്നപ്പോ അവനത്തിന് മാനസിക പ്രശ്നങ്ങളെ കൊണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ വലിയ രോഗമൊക്കെ കരയണ്ട പറയട്ടെ. ലാസ്റ്റ് ട്രീറ്റ് എന്ന് പറഞ്ഞ ഇന്നലെ കൂടിയത്. ഇപ്പൊ അവൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2000 രൂപ ഉടക്കി നമ്മൾ കൂട്ടുകാരായിട്ടൊക്കെ ഇരുന്ന് 2 എണ്ണം കഴിക്കുമ്പോ ഒരു മാനസിക സന്തോഷം വരും. അവന് 2000 രൂപ തരാനാ പറഞ്ഞ. 2000 രൂപ ഞാൻ തരാം. അറിയണ്ടോ 2000? അവന് മാനസിക സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി 2000 അല്ല എത്ര വേണം ഞാൻ തരാം. 5000 തന്നേരെ 5000 ഇങ്ങോട്ട് അതിനെ പെട്ടെന്ന് കൊണ്ടുവരെ. പെട്ടെന്ന് അവൻ പറഞ്ഞത്. അവനെ ഈ സമയം നിങ്ങൾ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? എടാ, നിങ്ങൾ ആത്മാർത്ഥ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവന്റെ ഇന്റിമേറ്റ് സുഹൃത്തുക്കളാ. അച്ഛൻ അറിയാത്തില്ലേ? എന്റെ ദൈവമേ, എന്ത് പറ്റി? എടി, നീ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ആകപ്പാടെ അങ്ങ് ടെൻഷൻ ആയി പോയി. അവനൊരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. മക്കളെ, എന്ത് പറ്റിയടാ? കുഴപ്പമില്ല, മാമനുണ്ടാ, മാമനുണ്ട്. എന്റെ അടിയെ എവിടെ ഇത് വിളിച്ച് പറഞ്ഞപ്പോഴേ ഇതിന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്തോണ്ടാ ഞാൻ വന്നിരിക്കുന്നു. അതായത് പ്രശസ്തനായ കട്ടപ്പന കുട്ടപ്പൻ കേട്ടിട്ടുണ്ടോ? ആരാണ്? അയ്യോ, ഉഗ്രൻ ഹാസ്യ സാമ്രാട്ടല്ലേ? പിന്നെ 4 തവണ ഏറ്റവും നല്ല ഹാസ്യത്തിനുള്ള അവാർഡ് വാങ്ങിച്ച കക്ഷിയാ. പിന്നെ കയ്യോടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്നാ എന്റെ കൊച്ചു ചിരിക്കും. അവൻ ചിരിക്കും. കുട്ടപ്പ, കുട്ടപ്പ കേറി വാ. കേറി വാ. ആയിരക്കണക്കിന് വേദികൾ കീഴടക്കിയ ഒരാളല്ല ഞാൻ. എനിക്ക് ശരി വരില്ല. ഇത് ഈടെ അവാർഡ് കിട്ടിയതാണ്. ചിരിപ്പിച്ച് ഞാൻ തന്നയാണ് മരിച്ചു കളഞ്ഞു. അതുകൊണ്ട് മരിച്ചു. അതെന്താ അങ്ങനൊരു വർത്തമാനം? അല്ല, ഞാൻ ചിരിക്കുമെന്ന് ചോദിച്ചത്. അവാർഡുകൾ വാരിക്കുട്ടിയാണ് ഞാൻ ചിരിപ്പിക്കും. ഞാൻ ആയിരക്കണക്കിന് 10,000കണക്കിന് വേദികളില്ല ഞാൻ ചിരിപ്പിച്ചിട്ടുള്ളത്. പറഞ്ഞില്ലേ? കുട്ടപ്പ, ഇവൻ എന്റെ മരുമോനാ. ഇന്ന് നേരെ പുറത്തോട്ട് ഒന്നും മിണ്ടുന്നില്ല. നീ എന്തെങ്കിലും ചെറിയ നമ്പർ ഇട്ട് ഇവനെ ഒന്ന് ചിരിപ്പിച്ച് തന്നാ മതി. ഇതൊക്കെ കുഞ്ഞല്ലേ, ഇവരെ ഞാൻ ചിരിപ്പിച്ചെടുക്കാൻ. ഈ ചിരി എന്ന് പറഞ്ഞാൽ ഒരു ചിരി, ചെറുചിരി, പുഞ്ചിരി, മഞ്ചരി, വളാഞ്ചേരി, കോഴഞ്ചേരി, അണ്ടുമാട്ടാഞ്ചേരി. ബസ്സിലെ കിളിയായിരുന്നു. മനസ്സിലായില്ല? അല്ല, ഇത്ര സ്ഥലങ്ങളുടെ പേര് ഓർത്തിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചാ. അപ്പൊ നമുക്ക് ചെറിയ ജസ്റ്റ് ഒരു സംഭവം തുടങ്ങാം. മോനെ, ചെറിയ ഡോസാ കേട്ടോ. ചിരിയടാ നോക്കടാ. അടി ചുണ്ടെടുത്ത് വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ ഫ്രഞ്ച് അടിക്കും. ഇയാൾ ഇതാണോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്? ഞാനാ ചോദിക്കുന്നത്, പഠിക്കാൻ കിട്ടിയതല്ലേ? ആക്ഷൻ കോമഡി പറ്റത്തില്ല. അതാണ് പോലെടാ കുഞ്ഞെ, കേൾക്കണാടാ. ശരിക്കുമല്ല, ഞാൻ കരയുക. ഞാൻ തോറ്റു. 10,000കണക്കിന് വേദികളിൽ ഞാൻ കോമഡി ചെയ്തിട്ട് പലരെ ചിരിപ്പിച്ചിട്ടുള്ളതല്ല. അതിന് പാട്ടിടുന്ന എനിക്കും ഈ കോമഡിയുടെ കൂടാരം എനിക്ക് വേണ്ട. ഇത് അയ്യേ, ഇത് വെപ്പായിരുന്നാ? ഒറിജിനലായിരുന്നെങ്കിൽ നിങ്ങളുടെ മാമനൊക്കെ എന്നെ ഇവിടെ നിർത്തുമോ? പെങ്ങളെ, എന്റെ ഒരു ഉപകാരം ഇത് സ്വീകരിച്ചാലും അച്ചാറിട്ട് വെക്കാം. അല്ല ബിനു, അതെ, മോൻ രാവിലെ തൊട്ട് മിണ്ടുന്നത് സംസാരിക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാം. ഞങ്ങൾക്ക് രാവിലെ കവലെന്ന് പറഞ്ഞല്ലോ, പിന്നെ നാക്കിറങ്ങി പോന്നു. ആണാ അളിയാ, ഞാൻ കുറെ നോക്കിയ നടക്കത്തില്ല അളിയ. ചിരിപ്പിക്കുന്നു, നടക്കത്തില്ല അളിയ. പിന്നാണത്? അത് ചിരിപ്പിക്കാൻ വന്നയാളാ. അവനെ ചിരിപ്പിക്കാൻ വന്നയാളാ, പക്ഷെ അവൻ ചിരിച്ചില്ല. ചിരിച്ചില്ല? ഇല്ല. മറ്റേ ഏത് വലുതാകുമ്പോൾ കൊള്ളുക. എടുത്തോ, അത് നമ്മൾ ചിരിച്ചില്ല. തിരിച്ചോ നീ? ഇത്രയും വലിയ ആളോടെ ഒന്നും നീ തിരിച്ചില്ല അല്ലേ? ആണല്ലേ? അല്ല, ആ കോമഡിയൊക്കെ പറഞ്ഞു. പറഞ്ഞു ചിരിച്ചില്ല. മീറ്റർ വേണം. മീറ്ററിൽ അടിക്കാൻ പഠിക്കണം. ബോബിയും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ വന്നാ പോരാ, അടിക്കണം.
ഞാനൊരു ഗാനം പറയും, ചിരിച്ചില്ലെങ്കിൽ നിന്റെ കോടലുവാലയെ മാറ്റും കേട്ടോ. ഹോട്ടലാണെന്ന് കരുതി ഒരു വൃദ്ധൻ ബാർബർ ഷോപ്പിൽ എവിടെ കയറി? ബാർബർ ഷോപ്പിൽ. ബാർബർ ഷോപ്പിൽ വിത്ത് കഴിക്കാൻ എന്തുണ്ട്? കഴിക്കാൻ എന്തുണ്ട്? വിത്ത് കട്ടിങ്ങും സേവിങ്ങും. കട്ടിങ് സേവിങ്. ചെറുക്കൻ ചിരിച്ചില്ല. പ്ലെയർ എങ്കിൽ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ചെറുക്കനെ വല്ലതും ചെയ്തോട്ടെ. നിന്റെ അന്തക്ക് നിൽക്കാൻ അമ്മാവിന്റെ വായിക്കത്ത് പഴമാണ്. തിരിച്ചില്ലെങ്കിൽ പച്ചക്ക് വെട്ടി കൂടുന്ന ഒന്ന് നിർത്തടാ. മനുഷ്യന് മനസമാധാനമായിട്ട് മൗനവ്രതം പോലും എടുക്കാൻ സമ്മതിക്കാത്ത തട്ടി ഒരു ഗുണ്ട വന്നേക്കും. മൗനവ്രതമാണെന്ന് നിനക്ക് തുറന്നു പറയാൻ മേലായിരുന്നു. എന്റെ തള്ള മൗനവ്രതം എടുക്കുമ്പോ ആരെങ്കിലും വാ തുറക്കൂ. നീ എന്തിനാണോ മൗനവ്രതം എടുത്തത്? അച്ഛാ, ഇന്നലെ ഞാൻ ഉറങ്ങി കിടന്നപ്പോ ഒരു ദുസ്വപ്നം കണ്ടച്ച. എന്ത്? ഞാൻ അവിടെ നമ്മളെ പുളിയമ്മാവിന് തൂങ്ങി നിന്ന് ആടുന്ന സ്വപ്നം. കയറ് മുറുകി എന്റെ നാക്കെല്ലാം വെളിയിൽ വന്ന് ഞാൻ ആടി ആടി മരിച്ച സ്വപ്നം വെച്ച. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു, ഒരു കാര്യം 24 മണിക്കൂറും മൗനവ്രതം എടുത്ത് മനസ്സിലൊരു മന്ത്രം ഉരുവിട്ട നിന്റെ മരണം 5 വർഷം കഴിഞ്ഞേ നടക്കത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ മൗനവ്രതം എടുത്തല്ലേ. അതിന്റെ ഇടയിൽ ഉണ്ടെന്നും പറഞ്ഞ് ഒരുത്തം വന്നത്. നിനക്കിപ്പോ സമാധാനമല്ല. എന്റെ ജീവിതം നശിപ്പിച്ചേ. ഞാനിപ്പോ ഇങ്ങോട്ട് കയറി വന്നത് നന്നായി. അല്ലായിരുന്നെങ്കിൽ 5 വർഷം നീ തകയ്ക്കാലായിരുന്നു. നിന്നെ ഈ കളവനെ കൂടെ ഞാൻ ഇവിടെ വെട്ടി മൂടിയാണ്. ചിരിക്കണ